ബിഗ് ബോസ് മലയാളം സീസൺ 6 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരിയിലാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കാണണം. അപ്പോൾ ഇനി വരാൻ പോകുന്ന ജനുവരി മാസം എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് ആരൊക്കെ പോകും, അല്ലെങ്കിൽ ഏതൊക്കെ സെലിബ്രിറ്റീസ് ഉണ്ടാവും, എത്ര കോമണേഴ്സ് ഉണ്ടാവും എന്നൊക്കെ വരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകളുടെ ഒരു കാലമാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 5ന്റെ വിന്നറായിട്ടുള്ള അഖിൽ മാരാറ് നമ്മുടെ വീണയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ, ഇത് ഒറിജിനൽസ് എന്ന് പറഞ്ഞാൽ വീണ തുടങ്ങിയ പുതിയ യൂട്യൂബ് ചാനലിൽ അഖിലും ഭാര്യയും ഒന്നിച്ചു കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ് അഖിൽ മാരാർ തന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഖിൽ പറഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. അഖിൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആരുടെയും പേരല്ല പറഞ്ഞത്. പ്രഡിക്ഷൻ ലിസ്റ്റുകളെ പറയുന്നത് ശരിയല്ല എന്നുള്ള കാര്യമാണ് അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്തെന്നാൽ അഖിൽ തന്നെ ബിഗ് ബോസ് സീസൺ 5ലേക്ക് പോകുന്നു എന്നുള്ള കാര്യം സീസൺ 5 തുടങ്ങുന്നതിന് 3 ദിവസം മുന്നാണ് കൺഫേംഡ് ആയിട്ട് അറിഞ്ഞത്. നിങ്ങൾ ചെന്നൈയിലേക്ക് പോകുന്നുള്ളൂ, നിങ്ങൾ ഇതിനകത്ത് സെലക്റ്റഡ് ആണ് എന്നറിഞ്ഞത് വെറും 3 ദിവസങ്ങൾക്ക് മുന്നെയാണ് അഖിൽ മാരാർ തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഖിൽ ആ ഒരു സമയത്താണ് തൻ്റെ ഫ്ലാറ്റിൽ നിന്ന് തൻ്റെ കൂട്ടുകാരൻ ശ്രീഹരിക്കൊപ്പം ഫ്ലൈറ്റ് പിടിച്ച് നേരെ ബിഗ് ബോസിൻ്റെ ആ ഒരു സെറ്റിലേക്ക് എത്തുന്നത്. പിന്നീടും അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യം, അഖിലും മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി കാരവാനിൽ ഫ്ലാറ്റിൽ നിന്ന് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന സമയത്തും വേണമെങ്കിൽ നിങ്ങൾ ഫെയിൽഡ് ആയി എന്ന് പറഞ്ഞ് കണ്ടസ്റ്റൻസിനെ മാറ്റാനായിട്ട് ബിഗ് ബോസിന് സാധിക്കും. എൻ്റെ മോൾ ഷൈൻ മീഡിയക്കും അത് സാധിക്കുമെന്നാണ് അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ലാലേട്ടൻ നമ്മുടെ പേര് വിളിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് കയറ്റുന്നവരെയും നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഇല്ല, കൺഫേംഡ് ലിസ്റ്റിലുമില്ല. പിന്നീട് നമുക്ക് പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള വലിയ വലിയ ചാനലുകൾ ഉണ്ടാവും, അവർക്ക് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് ബിഗ് ബോസിൽ നിന്ന് കോള് പോയിരിക്കുന്നത്, ആരൊക്കെയാണ് അതിനകത്തോട്ട് പോകാനായിട്ട് ഇതിന് മുന്നത്തെ സീസണുകളിൽ കോള് പോയിട്ടുള്ളത്, ആരൊക്കെയാണ് താല്പര്യം, ഏതൊക്കെ സെലിബ്രിറ്റിയാണ് ബിഗ് ബോസിനെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഇങ്ങാട് കോണ്ടാക്ട് ചെയ്യൽ മാത്രമല്ല, എന്നെ ഈ ഒരു സീസണിൽ ആഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ട് നമ്മൾക്ക് അങ്ങാട് കോൾ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ കോൾ ചെയ്യുന്ന ഒട്ടനവധി സെലിബ്രിറ്റീസ് ഉണ്ട്. നമ്മുടെ ഷിജു AR, നമ്മുടെ ബിഗ് ബോസ് സീസൺ 5ലെ ഷിജു AR വളരെ നല്ലൊരു സെലിബ്രിറ്റി ആയിരുന്നു. കാരണം ബിഗ് ബോസ് സീസൺ 5ലെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആക്ടർ ആയിരുന്നു. കാരണം ഒട്ടനവധി ലാംഗ്വേജുകളിൽ തൻ്റെ ആ ഒരു അഭിനയം കാഴ്ചവെക്കാനായിട്ട് സാധിച്ച ഒരാളാണ് ഷിജു ചേട്ടൻ എന്ന് പറയുന്നത്. ടോപ്പ് 5 വരെയും ബിഗ് ബോസ് സീസൺ 5ലും എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിജു ചേട്ടൻ ബിഗ് ബോസിനെ കോണ്ടാക്ട് ചെയ്തതാണ്. ഒരിക്കലും ഷിജു ചേട്ടനെ ബിഗ് ബോസ് വിളിച്ചതല്ല, ഷിജു ബിഗ് ബോസിനെ കോണ്ടാക്ട് ചെയ്തതാണ്. അതും നമ്മുടെ സുരാജ് വന്യാർമൂട് വഴി ബിഗ് ബോസിനെ കോണ്ടാക്ട് ചെയ്ത് ഷിജുവിൻ്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരമാണ് ഷിജു ബിഗ് ബോസിലേക്ക് പോയത്. അപ്പോൾ ബിഗ് ബോസ് വിളിക്കൽ മാത്രമല്ല, ബിഗ് ബോസിനെ വിളിക്കുന്ന ഒരു പരിപാടിയും ഈ ഒരു കാര്യത്തിലുണ്ട്. അപ്പോൾ അഖിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, കാരവാനിൽ കയറി നമ്മൾ ആ ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു നടക്കുന്ന ആ ഒരു സെറ്റിലെത്തി ലാലേട്ടൻ നമ്മളുടെ പേര് പറഞ്ഞ് സ്റ്റേജിലേക്ക് വിളിച്ച് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വരെയും നമ്മൾ പ്രിഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാവില്ല, കൺഫേംഡ് ലിസ്റ്റിലും ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ഹൗസിലേക്ക് കാലെടുത്ത് കുത്തിയിട്ടേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പം ലാലേട്ടൻ വിളിച്ച് സ്റ്റേജിൽ കയറ്റിയെന്ന് വെച്ചോ, എന്നിട്ടും പറയാൻ പറ്റും വേണമെങ്കിൽ നിങ്ങൾ ഇല്ല, നിങ്ങൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പിന്നെയാണ് കയറ്റാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു സീൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ ഹൗസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എപ്പോൾ കയറുന്നോ അപ്പം മാത്രമേ നമ്മൾ ബിഗ് ബോസിലായി എന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ബിഗ് ബോസിൽ നിന്ന് കോൾ വിളിച്ചു, അല്ലെങ്കിൽ ഓഡീഷൻ കോൾ വിളിച്ചു, ഇൻ്റർവ്യൂ കോളുകൾ വിളിച്ചു, അപ്പോൾ അത് ഇവരെന്തായാലും ഉണ്ടാവും എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. അഖിലിനെ വിളിച്ചത് തന്നെ എല്ലാവരെയും, അഖിലിൻ്റെ ഒപ്പം മത്സരിച്ചിരുന്ന മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും വിളിച്ച് കഴിഞ്ഞ് അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവർ ഉറപ്പായതിന് ശേഷമാണ് അഖിൽ മാരാറിനെ കോണ്ടാക്ട് വരെയും ചെയ്തത്. ഇൻ്റർവ്യൂവിനും ഈ ഓഡീഷനും വേണ്ടി മാരാറിനെ കോണ്ടാക്ട് ചെയ്തത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഏറ്റവും ചുരുങ്ങിയ നാളുകൾക്ക് മുന്നാണ്. ഏറ്റവും അവസാനം കോണ്ടാക്ട് ചെയ്ത ഒരാളാണ് അഖിൽ മാരാർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലാണ് അഖിൽ മാരാർ പറഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റും കൺഫേംഡ് ലിസ്റ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ. ഒരിക്കലും ബിഗ് ബോസിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് അറിയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഓഡീഷൻ കോൾ പോയ ആളുകളെ അറിയാൻ പറ്റും. അവരെയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ചാനൽ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സ് പ്രഡിക്ഷൻ ലിസ്റ്റും കൺഫേംഡ് ലിസ്റ്റും എന്നൊക്കെ പറഞ്ഞിടുന്നത് ഓഡീഷൻ കോൾ പോയ ആളുകളെയാണ്. ഒരിക്കലും ബിഗ് ബോസ് നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഓഡീഷൻ കോൾ പോയ ആൾക്കാരെ മാത്രമാണ് ഞങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനും ഈ ചാനലിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഓഡീഷൻ കോൾ പോയി എന്ന് എനിക്ക് ഉറപ്പ് വരുന്ന ആളുകളെ മാത്രമേ ഞാൻ എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താറുള്ളൂ.
അപ്പോൾ അഖിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എപ്പോൾ കയറുന്നു, നമ്മുടെ ലാലേട്ടൻ നമ്മളെ പേര് വിളിച്ച് അവിടെ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ നമ്മൾ ബിഗ് ബോസിലല്ല. ബിഗ് ബോസിൻ്റെ ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് എപ്പോൾ കയറുന്നോ അപ്പം മാത്രമേ നമ്മൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഉറപ്പിക്കാനാവൂ. അതിനു മുന്നും വരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിലും കൺഫേംഡ് ലിസ്റ്റിലേക്കൊന്നും ഒരു കാര്യമില്ലെന്നാണ് ബിഗ് ബോസ് സീസൺ 5 വിന്നറായിട്ടുള്ള അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാരാറിന് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാവും. അതുപോലെ തന്നെ അഖിൽ മാരാറിൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രഡിക്ഷൻ ലിസ്റ്റുകളും കൺഫേംഡ് ലിസ്റ്റുകളും ഒരുപാടധികം ചാനലുകളിൽ ഇതിന് മുന്നത്തെ സീസണുകളിലും ഈ സീസണിലും അതിലുപരി ഇതിന് മുന്നുള്ള എല്ലാ സീസണുകളിലും ഒരുപാട് ചാനലുകൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളതാണ്. ആ അപ്ഡേഷനിൽ വരുന്ന ഭൂരിഭാഗം പേരും ആ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിഗ് ബോസിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അഖിൽ മാരാറും ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ള ഒരാൾ തന്നെയായിരുന്നു. ഞാനിട്ട പ്രഡിക്ഷൻ ലിസ്റ്റിലും അഖിൽ മാരാർ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്. ഒരുപാട് പേര് ഇങ്ങനെ അഖിലിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ് എനിക്ക് 2-3 പേര് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീണയുടെ ആ ഒരു ഇൻ്റർവ്യൂ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ കാണണമെങ്കിൽ തീർച്ചയായിട്ടും വീണയുടെ പുതിയ ചാനൽ തീർച്ചയായിട്ടും കയറി കാണാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ചാനലിൽ അഖിലിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇൻ്റർവ്യൂ, അഖിലും അഖിലിൻ്റെ ഭാര്യയും ഒന്നിച്ചുള്ള ഇൻ്റർവ്യൂ വീണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടൊരു ഇൻ്റർവ്യൂ തന്നെയാണ്. നമുക്കറിയാമല്ലോ അഖിലും ഭാര്യയും ടോമും ചെറിയും പോലെ തന്നെയാണ് നമ്മുടെ ശോഭയും അഖിലും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ. അങ്ങനെയല്ല, വേറെ രീതിയിൽ പറഞ്ഞത് ഞാൻ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഇൻ്റർവ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്. അഖിലിൻ്റെ പണ്ടത്തെ ലൈൻ കേസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും ആ ഒരു ഇൻ്റർവ്യൂവിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ 2ാമത്തെ പാർട്ടും വീണ ഇന്ന് ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബിഗ് ബോസിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു.